ഗോൾഡൻ ഗ്ലോബിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ അനിമേറ്റഡ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ ഈ വർഷം അവാർഡ് കിട്ടിയത് K-pop ഡീമൺ ഹണ്ടർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഓക്കെ, ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ കൂടെ നോമിനേഷൻ ഉണ്ടായിരുന്ന വേറെ സിനിമകളുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ, കോമ്പറ്റീവ് സിനിമയാണേ. പിന്നെ സൂട്ടോപ്പിയ 2, പിന്നെ 2 സിനിമകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതായത് ഈ 2 സിനിമകളിൽ അത്രയും അത് മേജർ സിനിമ എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ഇതിൻ്റെ കൂടെ K-pop ഡീമൺ ഹണ്ടർ കോമ്പീറ്റ് ചെയ്തിട്ട് ആ സിനിമയ്ക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുത്തത്? വാട്ട് ദ ഫക്ക്? എന്ത് അത്? അതത്ര മേജർ സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നി. എനിക്ക് കുറച്ച് കണ്ടപ്പോൾ ക്രിഞ്ച് അടിച്ച് സത്യം പറയാം. ഇപ്പം ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, അതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ആ സിനിമയ്ക്ക്. പക്ഷേ ഡീമൺസ് അത്രയും ഒരു കിടിലൻ സിനിമയുടെ കൂടെ അല്ലെങ്കിൽ ഇവർ ഓക്കെ അത് ജാപ്പനീസാണ്, അത് മാംഗയിൽ നിന്ന് വന്നതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോമിനേഷനിൽ ഇടരുത്. ഇത് ഇട്ടിട്ട് ഈ സിനിമയേക്കാൾ സൂപ്പറാണ് മറ്റേത്. എന്ത് ഇപ്പോൾ സ്റ്റോറി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അനിമേഷൻ ആണെങ്കിൽ ഓക്കെ, ഇത് എല്ലാം കൊണ്ടും ഈ ഡീമൺ സ്ലെയർ ആയിരിക്കും ടോപ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് ഇത് മറ്റേ ഹോളിവുഡ് അജണ്ട, അതായത് നമ്മളുടെ ഇതിൽ നിന്നിട്ട് നമ്മൾ ജാപ്പനീസുകാർക്കൊന്നും അവാർഡ് കൊടുക്കില്ല എന്നുള്ളൊരു സാധനമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എന്തിന് നിങ്ങൾക്ക് തോന്നിയാ അത്? അതായത് അത്രയ്ക്കുണ്ടോ? നിങ്ങൾ സിനിമ കണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഡീമൺ സ്ലെയറിനേക്കാൾ അല്ലെങ്കിൽ അവാർഡ് കിട്ടേണ്ട ഒരു സിനിമയായിരിക്കും K-pop ഡീമൺ ഹണ്ടർ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയിട്ടില്ല ലിറ്ററലി ഇതെന്തിൻ്റെ ഇതിലാണ് അവാർഡ് കൊടുത്തത്, ഫാൻസ് കൂടുതലുണ്ടായണ്ട. ഷേ പോയി, ക്രെഡിബിലിറ്റി പോയി. അല്ല പണ്ടേ മറ്റേ ഓസ്കാറിൻ്റെ ക്രെഡിബിലിറ്റി കഴിഞ്ഞ ശേഷം പോയി, ഇപ്പോൾ ഇതിൻ്റെയും പോയി. പറഞ്ഞ കാര്യമില്ല, അവാർഡൊക്കെ വെറുതെയാണ്.